തന്നെ ഒരുപാട് ഹാപ്പിയിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറുപ്പം മുതൽ വായിച്ച് പാഠപുസ്തകത്തിൽ പഠിച്ചൊരു കഥ പുസ്തകം തേടിപ്പോയി അത് സ്വന്തമായി വാങ്ങി വായിച്ച ഒരാൾ, പിന്നെ അതിപ്പോൾ ദൃശ്യാവിഷ്കാരം കണ്ട് ആ ഒരു ഹാപ്പിനെസ്സിലാണ് നിൽക്കുന്നത് സാറിനോട് സംസാരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇപ്പോൾ സാറിൻ്റെ ഒരു നോവൽ അത് സിനിമയായി, അപ്പോൾ എത്രത്തോളം ആ ഒരു കഥയ്ക്ക് ഒറിജിനാലിറ്റി ഉണ്ട് ആ ഒരു ബ്ലസ് സാർ സിനിമയാക്കിയപ്പോൾ? അല്ല, അങ്ങനെ കഥയുടെ ഒറിജിനാലിറ്റി ഒന്നും നമ്മൾ അന്വേഷിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഓരോരുത്തരും പുസ്തകം വായിച്ചപ്പോൾ ഓരോതരം അനുഭവങ്ങളാണ് നമുക്കുണ്ടായത്, ഓരോതരം സിനിമകളാണ് നമ്മൾ സ്വപ്നം കണ്ടത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ബ്ലസ് സാർ കണ്ട ഒരു സിനിമയാണ് നമ്മൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അത് എന്താണ്, കഥയുടെ ഒരു ഡോക്യുമെൻറ്റേഷൻ അല്ലല്ലോ. കഥ വേറൊന്നും, സിനിമ മറ്റൊന്നുമാണ്. കഥ വായിച്ചിട്ട് ബ്ലസ് സാറിനുണ്ടായ ഒരു അനുഭൂതിയെ നമ്മളുടെ മുന്നിലേക്ക് പകർത്തി വെക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. തിയേറ്ററിൽ അത് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എന്നുള്ളത് കൊണ്ട് വളരെ സന്തോഷമാണ് എനിക്കുള്ളത്. ഒറിജിനൽ നജീബിൻ്റെ ജീവിതാനുഭവം സാർ അറിഞ്ഞു, അത് നോവലാക്കി. അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പോൾ ഒരു വായനക്കാരൻ അല്ലെങ്കിൽ എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യം അതിലെടുത്തിട്ടില്ലേ? തീർച്ചയായിട്ടും പിന്നെ ഒരാളുടെ ജീവിതം കഥയാക്കാൻ വേണ്ടിയല്ലല്ലോ നമ്മൾ നോവൽ എഴുതുന്നത്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ സമൂഹത്തോട് പറയാനുണ്ട്, നമ്മളുടെ ചില ദർശനങ്ങളും പദ്ധതികളും ഒക്കെ സമൂഹത്തിൽ പങ്കുവെക്കാനുണ്ട്, നമ്മുടെ ആകുലതകൾ പങ്കുവെക്കാനുണ്ട്, ജീവിതം ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു വെക്കേണ്ടതുണ്ട്, നമ്മളുടെ പ്രതീക്ഷകളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ പറയേണ്ടതുണ്ട്. ഇതെല്ലാം കൂടി പറയാൻ വേണ്ടിയാണ് ഒരാളുടെ ജീവിതത്തിൽ നിന്ന് നമ്മളൊരു നോവൽ സൃഷ്ടിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ള മാറ്റങ്ങളുണ്ടാവും, അതിൻ്റേതായ കൂട്ടിച്ചേർക്കലുകളുണ്ടാവും. അങ്ങനെയൊക്കെയാണ് ആ നോവൽ എഴുതിയിട്ടുള്ളത്, അല്ലാതെ ഒരാളുടെ ജീവിതം പറയുന്നതിന് വേണ്ടിയല്ല. ഇപ്പോൾ ഒരു പുസ്തകം, വലിയൊരു പുസ്തകം ഒരു 3 മണിക്കൂർ സിനിമേൻ്റെ ഉള്ളിൽ ഒതുക്കുമ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിലെന്തെങ്കിലും ഇപ്പോൾ നോവലിൽ ഇപ്പോൾ സാർ എഴുതിയെന്ന് വിട്ടുപോയതായിട്ട് അല്ലെങ്കിൽ അത് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് സാറിന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഭാഗം? അങ്ങനെയല്ല, അത് രണ്ട് കാഴ്ചയാണ്. ഇപ്പം നോവൽ മുന്നോട്ട് വെക്കുന്നത് നജീബ് എന്ന് പറയുന്ന കഥാപാത്രം പോയി മസറയിൽ പോയി അടിമപ്പെട്ട് അവിടെ സമ്പൂർണ്ണമായും അടിമയായി ജീവിക്കുന്ന ഒരാളുടെ കഥയാണെങ്കിൽ, ബ്ലസ് സാർ മുന്നോട്ട് വെക്കുന്നത് അവിടെ പോയിട്ട് ഒട്ടുമേ അടിമയാവാതെ അതിനെ പരമാവധി റെസിസ്റ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് തിരിച്ചു പോകുന്നതിനുള്ള ശ്രമം നടത്തുന്ന ഒരാളുടെ കഥയായിട്ടാണ് പറയുന്നത്. അപ്പോൾ നോവലിൽ പറയുന്ന പലയിടങ്ങളും ഇല്ല എങ്കിൽ പോലും നോവലിൽ ഇല്ലാത്ത മരുഭൂമിയുടേതായ വന്യമായ ദൃശ്യങ്ങൾ, അതിൻ്റെ സൗന്ദര്യം, അതിൻ്റെ വന്യത ഒക്കെ ധാരാളമായി സിനിമയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നോവൽ വിട്ടുപോയ ഭാഗങ്ങളെ പൂരിപ്പിക്കാനാണ് സിനിമ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഏതെങ്കിലും ഭാഗം ഇല്ലാത്തത് കൊണ്ട് എന്തെങ്കിലും പറ്റിയെന്ന് പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തരും ആ നോവലിലെ ഓരോ ഭാഗങ്ങളാണ് പ്രിയപ്പെട്ടതായി തോന്നുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തത്. അതുകൊണ്ട് സിനിമ വേറെ തന്നെയാണെന്ന് രീതിയിൽ കാണുക. അപ്പോൾ ഇപ്പോൾ നജീബിൻ്റെ ജീവിതം സാറിലോട്ട് എത്തുന്നത് എങ്ങനെയായിരുന്നു? എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി, അങ്ങനെയാണ് ഞാൻ നജീബിനെ പരിചയപ്പെടുകയും പിന്നെ സുദീർഘമായ കാലം അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ച് ഇതെങ്ങനെയാണ് എന്തായിരുന്നു ജീവിതമെന്ന് അറിയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു സിനിമ തയ്യാറാവാൻ ഇപ്പോൾ 16 വർഷം എടുത്തു. അപ്പോൾ സാർ ആ നോവൽ തയ്യാറാക്കാൻ എത്ര വർഷം എടുത്തായിരുന്നു? എനിക്ക് 3 വർഷമാണ് എടുത്തത്. സിനിമ തയ്യാറാക്കുന്ന പോലെ അല്ലല്ലോ നോവൽ നമുക്ക് റൂമിൽ അടച്ചിരുന്ന സമയമുണ്ടെങ്കിൽ ഉടനെ തന്നെ എഴുതാം. പക്ഷേ സിനിമ എന്ന് പറയുന്നത് തന്നെ പ്രൊഡ്യൂസർ വേണം, അതിന് കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കാൻ നടീനടന്മാർ വേണം, പിന്നീട് അതിൻ്റെ ലൊക്കേഷൻ കണ്ടെത്തണം, മറ്റനേകം തയ്യാറെടുപ്പുകൾ കണ്ടെത്തണം, അങ്ങനെ ധാരാളം ഒരു പ്രോസസ്സാണ് സിനിമ എന്ന് പറയുന്നത്. നോവൽ എഴുത്തെന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു കുറച്ച് പേപ്പറും ഒരു പേനയും ഉണ്ടെങ്കിൽ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ തീർത്തും അത് അടച്ചിട്ടൊരു മുറിയിൽ കംപ്ലീറ്റ്ലി അതിനുവേണ്ടി മാറ്റി വെച്ച് എഴുതിയതാണോ? അങ്ങനെയൊന്നുമല്ല. നമ്മൾ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇടയിലും വീട് കിട്ടുന്ന സമയത്തും കുട്ടികളെയൊക്കെ നോക്കുന്നതിനിടയിലും ഒക്കെ സംഭവിക്കുന്നതാണ്. അല്ലാതെ ഒരു നോവൽ എഴുതാൻ വേണ്ടി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ റൂം അടച്ചിട്ടിരുന്ന് അങ്ങനെ എഴുതുന്നതല്ല നോവൽ. നമ്മൾ സമൂഹത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ പലവിധമായ പ്രവർത്തികൾ ചെയ്യുന്നതിനിടയിൽ സംഭവിക്കുന്നതാണ് നോവൽ എഴുത്തും. ഇപ്പോൾ നല്ലതായിട്ടും അല്ലെങ്കിൽ നെഗറ്റീവായിട്ടും ഒരുപാട് വിമർശനങ്ങളും പോസിറ്റീവായിട്ടും ആടുജീവിതം സിനിമ അനൗൺസ്മെൻറ്റ് ചെയ്ത മുതൽ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ലാസ്റ്റ് അതിൻ്റെ ഇടയിൽ സാറിന് ഒരു പ്രസ്താവന, ഒരു പറഞ്ഞ വാക്കുകൾ അതിൻ്റെ ഇടയിൽ ചർച്ചയായിരുന്നു. അതിലൊരു ആടുമായിട്ടുള്ള ലൈംഗിക ജീവിതം ഷൂട്ട് ചെയ്തായിരുന്നു, സെൻസർ ബോർഡ് കട്ട് ചെയ്തതാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ ബ്ലസ് സാർ പറഞ്ഞു അങ്ങനെ സാധനം ഷൂട്ട് ചെയ്തിട്ടില്ല എന്നും പറഞ്ഞു വന്നു. ശരിക്കും അതിൻ്റെ സത്യാവസ്ഥ എന്തായിരുന്നു? അത് ബ്ലസ് സാർ പറഞ്ഞതാണ് അതിന് ശരിയാകത്ത്. ഞങ്ങൾ തമ്മിലുണ്ടായ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിനിടയിൽ സംഭവിച്ചതാണ് ബ്ലസ് സാർ. അപ്പോൾ ഇനി എന്തെങ്കിലും ഇതുപോലെയുള്ള റിയൽ ലൈഫ് നോവലുകൾ, ഇതുപോലെ ആടുജീവിതം പോലെ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന നോവലുകൾ പ്രതീക്ഷിക്കാമോ? ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം. എന്തെങ്കിലും ഒരിക്കൽ അതുപോലെയുള്ള കഥകൾ എഴുതട്ടെ, കഥകൾ എന്നിലേക്ക് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, സ്വയം ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ആടുജീവിതം കാണാനുള്ള പ്രേക്ഷകരോട് ഇനി എന്താ പറയുള്ളത്? തീർച്ചയായിട്ടും ആടുജീവിതം മലയാളി സമൂഹം വളരെയധികം വായിച്ച ഒരു നോവലാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ആടുജീവിതം
സിനിമ സിനിമ തിയേറ്ററുകളിൽ കൊണ്ടുതരുന്നത്. കാരണം അതിൻ്റെ ദൃശ്യസാധ്യതകൾ, സംഗീതത്തിൻ്റെ സാധ്യതകൾ ഒക്കെ വളരെ മനോഹരമായി സന്നിവേശിപ്പിച്ചിരിക്കുന്ന ഒരു ലോക സിനിമ എന്ന് പറയാവുന്ന തരത്തിലേക്ക് മനോഹരമായ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൃശ്യങ്ങളാണ് നമുക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടുന്നത്. അത് തിയേറ്ററിൽ പോയി തന്നെ കാണണമെന്നാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്. കാരണം അതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് കഥ അറിയാനാണെങ്കിൽ നോവൽ വായിച്ചാൽ മതി. അപ്പോൾ കഥ അറിയുക എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം. അതിനപ്പുറത്തേക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് എന്താണെന്ന് മനസ്സിലാക്കുകയാണ്. അങ്ങനെ തിയേറ്ററിൽ പോയി സിനിമ കാണാൻ എല്ലാവരും തയ്യാറാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ഒരു കഥ അറിഞ്ഞിട്ട്, അല്ലെങ്കിൽ സിനിമയുടെ പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ നായകൻ രക്ഷപ്പെടും എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് ഒരാൾ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്രയും കാത്തിരുന്ന് തുടക്കം മുതൽ എൻഡ് വരെ ആ ഒരു ശ്വാസം പിടിച്ചടക്കി കണ്ടുകൊണ്ടിരുന്ന ഒരു സിനിമ അനുഭവം മിക്കവാറും ഇതാദ്യമായിട്ടായിരിക്കും. വളരെ സന്തോഷം. അത് തീർച്ചയായിട്ടും സംവിധായകൻ്റെ മികവാണ്. കഥ അറിയാമായിട്ടും കഥാപാത്രങ്ങളെ അറിയാമായിട്ടും കഥാഗതി അറിയാമായിട്ടും നിങ്ങളത് ആകാംക്ഷാപൂർവ്വം സ്ക്രീനിൽ നോക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സംവിധായകൻ വിജയിച്ചു എന്നാണ്. അപ്പോൾ ഇനി ഇതുപോലുള്ള ഹൃദയത്തെ തൊടുന്ന നോവലുകൾ സാറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയും നേരം സ്പെൻഡ് ചെയ്തതിൽ ഒരുപാട് താങ്ക്സ്. താങ്ക് യു.